നമസ്കാരം. വളരെ ഗൗരവമേറിയ ഒരു വിഷയം മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. അംബേദ്കർ പവർസി ഡെമോക്രാറ്റിക് ഫോറം ഒരു വലിയ സമരത്തിൻ്റെ എന്ന് പറയുന്നതിനേക്കാൾ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പാതയിലാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങളായ പട്ടികജാതി പട്ടികജാതി ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും ഫീസുമൊക്കെ ഒരു വരുമാന പരിധിയുടെ മാനദണ്ഡത്തിന് ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് 2021 മാർച്ച് മാസം നടപ്പിലാക്കിയ ഒരു നിയമത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും ആ അപകടത്തിൻ്റെ പിന്നിൽ ഒരു ജനതയുടെ തന്നെ നിലനിൽപ്പിൻ്റെ പ്രശ്നവുമുണ്ടെന്ന് വലിയ ഗുരുതരമായ ഒരു വിഷയം കൂടിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അടിസ്ഥാന വിഭാഗ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് 2.5 ലക്ഷം രൂപ വരുമാന പരിധിയിൽ താഴെ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ശരാശരി ഒരു കൂലിവേലക്കാരൻ്റെ ഡെയിലി വേജസ് 850 രൂപയാണ്. ആഴ്ചയിൽ ഒരു ദിവസം അവധി എന്ന കണക്കൂട്ടി 312 ദിവസങ്ങൾ കണക്കിലെടുത്താൽ ഏതാണ്ട് 2,60,60,000 രൂപ വരും അവരുടെ വാർഷിക വരുമാനം. ആ വീട്ടിലൊരു തൊഴിലുറപ്പുകാരി കൂടി ഉണ്ടെങ്കിൽ 40,000 രൂപ കൂടി ചേർത്ത് 3,15,000 രൂപ ആണ് അവർക്ക് വരുമാനം വരിക. അപ്പോൾ ആ ഒരു കൂലിവേല ചെയ്യുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും അവരുടെ മാതാപിതാക്കളുടെ മക്കളായി പിറന്നതിൻ്റെ പേരിൽ ഈ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന വളരെ ഗുരുതരമായ, വളരെ നിരാശാജനകമായിട്ടുള്ള, വളരെ ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇന്നിപ്പോൾ സംജാതമായിരിക്കുന്നത്. 2021 കേന്ദ്ര സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് മിനിസ്ട്രി നടപ്പിലാക്കിയ സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് നടപ്പിലാക്കിയ ഈ നിയമം കേരളത്തിൽ 2022 മുതലാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, കേന്ദ്ര ഗവൺമെൻറ് 60% നൽകുകയും, തുകയുടെ 60% നൽകുകയും സംസ്ഥാന ഗവൺമെൻറ് 40% നൽകുകയും എന്നതാണ്. അതിന് ഒരു പ്രത്യേക പോർട്ടൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ട് അവരവരുടെ അതാത് കുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് ഇത് നൽകപ്പെടുന്നത്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ചെയ്യുന്നത് അതായത് മാനേജ്മെൻറ്റുകളിലേക്ക് നൽകുകയും അവിടുന്ന് ഇതൊക്കെ വിതരണം ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ ഇന്ന് ഓരോ കുട്ടിയുടെയും അക്കൗണ്ടിലേക്ക് മുഴുവൻ തുകയും ഫീസും ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും അടക്കമുള്ള എല്ലാ തുകയും ആ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയും അവർ തന്നെ അത് കോളേജിൽ അടയ്ക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യുന്നൊരു സാഹചര്യം. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കുട്ടിക്ക് പോലും അതിൻ്റെ മുഴുവൻ അവകാശങ്ങൾ ലഭിച്ചിട്ടില്ല. ഫീസും ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പറയുവാനുള്ളത്. ഈയൊരു സാഹചര്യത്തിൽ അവർക്ക് ആ കോളേജുകളിൽ അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാതെ വരുന്നു. കുട്ടികളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ പരീക്ഷയ്ക്ക് എഴുതിപ്പിക്കാതിരിക്കുന്നു. ഇനി പരീക്ഷയിൽ എഴുതി വിജയിച്ചാൽ തന്നെ അവർക്ക് TC നൽകാതിരിക്കുന്നു, അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നു. MBBS പഠിക്കുന്ന കുട്ടികൾക്ക് പഠനം കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ കാരണം ഈ വരുമാന പരിധി 2.5 ലക്ഷം എന്നാക്കിയത് ആണ്. മറ്റൊന്ന്, ഈ അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ മുഴുവൻ തുകയും അടച്ചിരുന്നത്. പണ്ടാണെങ്കിൽ ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും പോക്കറ്റ് മണിയും ഒക്കെ കുട്ടികളുടെ അക്കൗണ്ടിലേക്കും ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ അതാത് മാനേജ്മെൻറ്റുകളിലേക്ക് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടാകുമായിരുന്നില്ല. ഇന്ന് കുട്ടികൾ നിരന്തരം പീഡിപ്പിക്കപ്പെടുകയാണ്. അവർ പഠനം നിർത്തി പോകുന്നൊരു സാഹചര്യം. ഏതാണ്ട് ഈ 2 വർഷക്കാലത്തിനുള്ളിൽ 22% കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പോകേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഭരണഘടനയിൽ ഒരിക്കലും പറയുന്നില്ല പട്ടിക വിഭാഗത്തിന് നൽകുന്ന സംവരണത്തിൽ സാമ്പത്തിക മാനദണ്ഡം വരണമെന്ന്. ഇത് സാമൂഹിക പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള സംവരണമാണ്. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജാതീയമായ പുറന്തള്ളപ്പെടലിൻ്റെ ഫലമായിട്ട് സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഒരു ജനതയ്ക്ക് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട മഹാനായ ഡോക്ടർ അംബേദ്കറുടെ പ്രത്യേക താല്പര്യത്തോടുകൂടി എഴുതി ചേർക്കപ്പെട്ട നിയമമാണ് സാമുദായിക സംവരണം, സാമൂഹിക സംവരണം എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും സാമ്പത്തികം ഒരു മാനദണ്ഡം ആകാൻ പാടില്ലാത്തതാണ്. ഇത് ഇന്ന് തുടങ്ങിയ ഒരു കാര്യമല്ല.
ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്രീമി ലെയർ എന്ന സംവിധാനം പിന്നോക്ക ജനവിഭാഗങ്ങൾക്കിടയിൽ ആദ്യം കൊണ്ടുവന്നത്. അന്ന് ആരും ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടായില്ല. ശേഷം മുന്നോക്ക ജനവിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം നൽകുന്ന ഒരു നിയമം കേന്ദ്ര പാർലമെൻറ്റ് പാസ്സാക്കുകയുണ്ടായി. അവിടെയും ശക്തമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടായില്ല. ഈ മുന്നോക്ക ജനവിഭാഗത്തിന് ഒരിക്കലും സാമൂഹികമായിട്ടുള്ള ഒരു അനീതി, ഒരു വേർതിരിവ് ഒരിടത്തു നിന്നും കിട്ടിയിട്ടില്ല നാളിതുവരെ. എവിടെ ചെന്നാലും അവർക്ക് ഫസ്റ്റ് പരിഗണന കിട്ടുന്ന ഒരു സമൂഹമാണ് മുന്നോക്ക ജനത എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ള മാനുഷികമായിട്ടുള്ള പരിഗണനയാണ് അവർക്ക് നൽകേണ്ടതെങ്കിൽ അതിന് പകരം ഈ സാമൂഹികമായിട്ടുള്ള എല്ലാ പ്ലസ് പോയിൻറ്റുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനതയ്ക്ക് സാമ്പത്തികമില്ല എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിൽ 10% കൊടുക്കുകയും അതും റൊട്ടേഷനിൽ തന്നെ പട്ടിക ജനവിഭാഗത്തിന് കിട്ടുന്നതിനേക്കാൾ വളരെ പ്രാധാന്യം നൽകുന്ന രീതിയിൽ റൊട്ടേഷൻ സംവിധാനം ഒരുക്കിക്കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് നൽകുമ്പോൾ പട്ടികജാതി ഈ മുന്നോക്കക്കാരുടെ സംവരണത്തിനുള്ള മാനദണ്ഡം, ജോലി സംവരണത്തിനുള്ള മാനദണ്ഡം 8 ലക്ഷം രൂപയാണെങ്കിൽ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് കൊടുക്കുന്ന വരുമാന പരിധി 2.5 ലക്ഷം രൂപയാണ്. ഒരു 2.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു അച്ഛനും അമ്മയും സമ്പന്നനായി കാണുന്ന ഒരു സംവിധാനം ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്തിന് എത്രത്തോളം അനുയോജ്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് അംബേദ്കർ പോളിസി ഡെമോക്രാറ്റിക് ഫോറം നിരവധി നിവേദനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലും സംസ്ഥാന ഗവൺമെൻറ്റിലുമൊക്കെ നൽകുകയുണ്ടായി. പക്ഷേ അതിനൊന്നും കാര്യമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രതിഷേധ സൂചകമായിട്ട് നമ്മൾ കളക്ട്രേറ്റുകളിൽ ധർണ നടത്തുകയുണ്ടായി. കോട്ടയത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സായാഹ്ന ധർണ നടത്തുകയുണ്ടായി. ഇതിനൊന്നും ഫലം കാണാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ സമരത്തിൻ്റെ മറ്റൊരു രീതി എന്ന നിലയ്ക്ക് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ ധർണ നടത്താനും മാർച്ച് നടത്താനും തീരുമാനിച്ചിരിക്കുന്നത്. ഈ വരുന്ന 31-ാം തീയതി, ജൂലൈ 31-ാം തീയതി. കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് ഗവർണറുടെ വസതിക്ക് മുന്നിൽ ധർണയും മാർച്ചും നടത്തുവാൻ APDF തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തെയും നമ്മൾ സമീപിക്കുകയുണ്ടായി. പട്ടിക വിഭാഗം മിനിസ്റ്ററെ നേരിട്ട് കണ്ട് കേരള മിനിസ്റ്ററെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അദ്ദേഹം വളരെ അനുകൂലമായിട്ടുള്ളൊരു സമീപനമാണ് ഈ ഒരു കാര്യത്തിൽ എടുത്തത്. എത്രയും വേഗം ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ പരിഗണന നൽകിക്കൊണ്ട് ഈ ഫീസുകൾ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കേണ്ട 40% തുക പോലും ഇതുവരെ ഈ കുട്ടികളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ആലോചിച്ച് നടപ്പിലാക്കാൻ ഏതോ ചില ശക്തികൾ ചേർന്ന് നടത്തുന്ന ചില പദ്ധതികളുടെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രാൻഡ് പ്രശ്നം. ഒരു ഗ്രാൻഡ് എന്ന് പറയുന്നൊരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ഒരു വിഷയം. അടിസ്ഥാന ജനവിഭാഗങ്ങൾ കാലാകാലങ്ങളായി നമുക്കറിയാം സാമുദായിക സംവരണം എന്ന ഒറ്റ നൂൽപ്പാലത്തിലൂടെയാണ് ഈ ഒരു നിമിഷം വരെയെങ്കിലും ഈ കാലത്ത് പിടിച്ചു നിന്നത്. പക്ഷേ 2.5 ലക്ഷം എന്ന് പറയുന്നൊരു മാനദണ്ഡം വെച്ചുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ സംവരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിനിടയിൽ നിന്നുകൊണ്ട് അത് നിരോധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നിയമപരമായിട്ട് നിരോധിച്ചിട്ടുമില്ല. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ബുദ്ധിപൂർവമായൊരു നീക്കം. ഈ നീക്കം വളരെ തന്ത്രപൂർവ്വം നടത്തുന്നൊരു വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. ആ പദ്ധതിയുടെ ഭാഗം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് APDF ഇതിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ശക്തമായി സമരപാതയിലുള്ളത്. കാരണം നമുക്കറിയാം, ഒരു 10 ലക്ഷത്തിലധികം കുടുംബങ്ങളെയാണ് ഈ ഒരു വിഷയം ബാധിച്ചിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ പലരും ഇതിൻ്റെ ഇതിൻ്റെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ പല കുടുംബങ്ങളിലും അത് ബാധിച്ചു തുടങ്ങി. പല കുട്ടികളുടെയും വിദ്യാഭ്യാസത്തെ, പഠനത്തെ, അവരുടെ ജീവിത മാർഗത്തെ വഴിയടച്ചുകൊണ്ടുള്ളൊരു തീരുമാനമാണ് ഈ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്ഭവൻ മാർച്ച് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്, അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇതൊരു പരിപൂർണമായൊരു തീരുമാനം ആകുന്നത് വരെ സമരരംഗത്ത് APDFും അതിൻ്റെ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.